എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് prd.kerala.gov.in എന്ന വെബ്സൈറ്റ് അഡ്രസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ SSLC എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ടൈപ്പ് ചെയ്ത് നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള പേജ് ഉണ്ട്, അതായത് ആ ഒരു ഭാഗമുണ്ട്. അവിടെ ആദ്യം നിങ്ങളുടെ ഡേറ്റും, അതായത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേറ്റ്, പിന്നീട് മന്ത്, പിന്നീട് ഇയർ എന്നുള്ള ആ ഒരു രീതിയിൽ നൽകി ഗെറ്റ് റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നത് എങ്ങനെ എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഭാഗത്ത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നൽകുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ കോഡ് നൽകാനുള്ള ആ ഒരു ഭാഗമുണ്ട്. അവിടെ നിങ്ങളുടെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകുക. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്കൂളിൻ്റെ കോഡ് നൽകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ സ്കൂൾ കോഡ് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഹയർ സെക്കൻഡറി കോഡുമുണ്ട്, അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ കോഡ് ഉണ്ട്, അതുപോലെ ഹൈസ്കൂൾ സ്കൂൾ കോഡ് ഉണ്ട്. ഇവ രണ്ടും മാറ്റമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി കോഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടില്ല. ഹൈസ്കൂൾ കോഡാണ് നൽകേണ്ടത്. ഹയർ സെക്കൻഡറി ആണെങ്കിൽ 130 എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലുള്ള നമ്പറിലാണ് അതായത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതല്ല. നിങ്ങൾക്ക് SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ കോഡ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് നോക്കാം. ആ ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ സ്കൂൾ കോഡ് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ കോഡ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ച ഗ്രേഡ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രജിസ്റ്റർ നമ്പർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. ഇതിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ പേര് നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആ ഒരു ഗ്രേഡ് ഡീറ്റെയിൽസ് അറിയാം. അതായത് നിങ്ങൾക്ക് എക്സാം എഴുതിയ നിങ്ങളുടെ കൂട്ടുകാരുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ലഭിച്ച ഗ്രേഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യഥാക്രമം നിങ്ങളുടെ റിസൾട്ട് വന്ന അതേ രീതിയിൽ തന്നെയാണ് ഗ്രേഡ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു അവരുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ആ ഒരു ഗ്രേഡും മാത്രമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ പേര് കൂടി നൽകാറുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ പേരും അതായത് നിങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ kite.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സ്കൂൾ വൈസ് റിസൾട്ട് എന്നിവിടെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കൂൾ കോഡ് എത്രയാണ് എന്നുള്ളത് അവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ആറ്റിങ്ങൽ, അതായത് തിരുവനന്തപുരത്തെ ആ ഒരു സ്കൂളിൻ്റെ കോഡാണ് ഇപ്പോൾ ഇതിൽ നൽകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു റിസൾട്ട് ജസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള ഇത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കോഡ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഡ് നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ് സ്കൂൾ, ഏത് ജില്ലയാണ്, അതുപോലെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി, ടോട്ടൽ എത്ര വിദ്യാർത്ഥികൾ എലിജിബിൾ ആയിട്ടുണ്ട്, അതുപോലെ എത്ര വിദ്യാർത്ഥികൾ ഫെയിൽഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റുഡൻറ്റ് എത്ര വിദ്യാർത്ഥികളാണ് ആ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഓരോ വിദ്യാർത്ഥിക്കും ആ ഒരു വിദ്യാർത്ഥിയുടെ പേരും അതുപോലെ രജിസ്റ്റർ നമ്പർ, അതുപോലെ ആ ഒരു വിദ്യാർത്ഥിയുടെ 10 സബ്ജക്റ്റുകളുടെ മാർക്ക്. ഇത് നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ ആ ഒരു ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നിങ്ങളുടെ ആ റിസൾട്ടിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് എന്നുള്ളത് യഥാക്രമം കൊടുത്തിട്ടുണ്ടാകും. അതേ രീതിയിലാണ് ഈ ഒരു P01 P02 എന്നുള്ള രീതിയിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ആ ഒരു വിദ്യാർത്ഥികൾ പാസ്സാണ് എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് NHS എന്നാണെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് 10ാം ക്ലാസ്സിൽ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. EHS എന്നാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇനി ഹയർ സ്റ്റഡീസിന് പഠിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ EHS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സ്റ്റഡീസിന് പഠിച്ച് ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് +1 അല്ലെങ്കിൽ പോളിടെക്നിക് ഇതുപോലെ എന്തിന് വേണമെങ്കിലും അതായത് ഇനി തുടർ പഠനം നടത്താം എന്നുള്ളത് ഇതിൻ്റെ ആ ഒരു കാര്യമാണ് ഇവിടെ ആ ഒരു EHS എന്നുള്ളത് കൊണ്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.